എവരിവൺ, അൻറ്റമിസ് ആണ്. അപ്പോൾ നമ്മുടെ വെക്കേഷൻ ഒക്കെ ഇതാ കഴിയാനായിട്ടുണ്ട്. അടുത്ത മാസം ആകുമ്പോഴേക്കും നമ്മളിതാ വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണല്ലേ. അപ്പം ഇത്തവണത്തെ എന്ന് പറയുന്നത് നമ്മുടെ 5ാം ക്ലാസ് ആണ്. 5ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ UPയിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഈ ഒരു UPയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ബേസിക് സയൻസിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. നമുക്കറിയാം കഴിഞ്ഞ കൊല്ലമാണ് നമ്മുടെ ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അടിമുടി ഒന്ന് ചേഞ്ച് ചെയ്തത്. ടോട്ടൽ നമുക്ക് 8 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഓരോ ചാപ്റ്റേഴ്സിനെ പറ്റിയും ആ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഒറ്റയല്ലൊരു ജീവിയും, ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിനെ പറ്റിയും പ്ലാന്റ്സിനെ പറ്റിയും നമ്മൾ കേട്ടിട്ടുള്ള ഫോട്ടോസിന്തസിസ്, അതിൻ്റെ കുറച്ച് ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് പഠിക്കുന്നത്. ഇനി സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡിസീസസിനെ പറ്റിയൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ രോഗങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന, എവേ ഫ്രം ഡിസീസസ് അല്ലെങ്കിൽ വ്യാധികൾ പടരാതിരിക്കാം. ഇനി തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജലം നിത്യജീവിതത്തിൽ, അതായത് വെള്ളത്തിനെ പറ്റി, വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെയാണ് നമ്മൾ തേർഡ് യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് സീഡ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ. നമുക്കറിയാം നമ്മുടെ ചുറ്റും ധാരാളം മരങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ മരങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കോമൺലി നമ്മൾ പറയുവാണെങ്കിൽ വിത്ത് മുളച്ചിട്ടാണ് ചെടികൾ ഉണ്ടാവുന്നത്. പക്ഷേ എല്ലാ മരങ്ങളും ഇതുപോലെ തന്നെ വിത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സീഡ് ജെർമിനേഷനെ പറ്റിയും അതിൻ്റെ കുറച്ച് ഫാക്ടേഴ്സിനെ പറ്റിയൊക്കെയാണ് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്ന കയ്യെത്തും ദൂരത്ത് ആകാശം, ദ സ്കൈ നിയർ അറ്റ് ഹാൻഡ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഊർജ്ജ സ്രോതസ്സുകൾ. നമുക്കറിയാം ഡിഫറെൻറ്റ് എനർജി സോഴ്സസ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മാജിക് ഓഫ് സെൻസസ്, അതായത് ഇന്ദ്രിയജാലം. പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് നമ്മുടെ 7th യൂണിറ്റ്. ഇനി ലാസ്റ്റത്തെ ചാപ്റ്ററാണ് ജന്തുജാലങ്ങൾ. അപ്പം അതിനകത്ത് നമ്മൾ കുറേ ഈ പറയുന്ന റെപ്റ്റൈൽസിനെ പറ്റി, അതുപോലെ തന്നെ ആംഫീബിയൻസിനെ പറ്റിയൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്, മാമൽസ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് സയൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സിലബസ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈസിയാക്കി തരാൻ വേണ്ടിയാണ് സൈലത്തിൻ്റെ നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ച് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ എല്ലാവിധ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് റെക്കോർഡ് സെക്ഷൻസുകൾ നമ്മളിത് ഓൾറെഡി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ബേസിക് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.